രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഇഡലി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മാവിലൊക്കെ ഇച്ചിരി ഉപ്പിട്ട് അതൊന്ന് കലക്കിയെടുത്തതിന് ശേഷം ആദ്യം അങ്ങ് ഇഡലി ഉണ്ടാക്കി അതിൻ്റെ കൂടെ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എപ്പോൾ ചമ്മന്തി ഉണ്ടാക്കിയാലും ഇച്ചിരി പൊട്ടുകടലയും കൂടെ അരച്ചിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്തിരി നല്ല കൊഴുപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ അപ്പുറത്ത് ചായ തിളച്ച് വരുന്നുണ്ട്. ഞാനതൊന്ന് തീ കുറച്ചിട്ടേക്കുക. അപ്പോൾ ചായ കുടിക്കാനുള്ള ചായ എടുത്തിട്ട് പിന്നെ ദോശ വേണ്ടിയവർക്ക് ദോശയും കൊടുത്ത് അതിന് ശേഷം പിന്നെ ഗ്യാസൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ടൊമാറ്റോ ചട്നി, കുറച്ച് ടൊമാറ്റോ ഉണ്ടായിരുന്നു. ഇവിടെ പോൾമോന് ഭയങ്കര ഇഷ്ടം ടൊമാറ്റോ ചട്നി ചപ്പാത്തിയുടെ കൂടെ. സവാള വഴറ്റിയിട്ട് അതിലേക്ക് ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ട് ടൊമാറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് അടച്ച് വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് ലാസ്റ്റിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഇത്തിരി തൈര് ഉടച്ച് വെച്ചായിരുന്നു മോര് കാച്ചാനായിട്ട്. അപ്പം മോരിൻ്റെ അകത്തും തേങ്ങ അരയ്ക്കാത്ത ഇതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊന്ന് കടുക് വറുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ രാത്രി ചപ്പാത്തിക്ക് വേണ്ടി ഇച്ചിരി ബീഫ് ഇരിപ്പുണ്ടായിരുന്നു. അതൊന്ന് ഒരു റോസ്റ്റ് പോലെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ആ ബീഫ് ഒന്ന് കഴുകിയെടുത്തിട്ട് അതിലേക്ക് സവാള, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം ചേർത്തിട്ട് ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി ചേർത്തതുകൊണ്ട് ഇഞ്ചി പേസ്റ്റും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇത്തിരി കറിവേപ്പില ഇട്ടിട്ട് നന്നായി കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഇച്ചിരി കയ്യിൽ വെള്ളം കുടഞ്ഞ് ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊരു 4-5 വിസിലടിച്ചെന്നെടുക്കുവേ. ഇപ്പം ഞാൻ വിസിലൊക്കെ അടിച്ചെടുത്ത് അതൊന്ന് മാറ്റി പ്രഷറൊക്കെ ഒന്ന് പോയതിന് ശേഷം ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഇച്ചിരി കടുകോട് ഇട്ടതിന് ശേഷം ഒരു 2 കറിവേപ്പില ഇട്ട് പൊട്ടിച്ച് എന്നിട്ട് ഈ നമ്മൾ വേവിച്ച ഈ ബീഫിൻ്റെ ഇത് ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് വരുന്നിടം വരെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. തീ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ട് അത് റോസ്റ്റ് പരുവാകുമ്പോൾ ലാസ്റ്റിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബീഫ് റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പം പോളിന് ഭയങ്കര ചുമയായതുകൊണ്ട് രാത്രിയിലൊരു കഷായം വെക്കുവാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇച്ചിരി കോഫി പൗഡർ ഇട്ട് പനിക്കൂർക്കയുടെ ഇല, നല്ല 2 കഷ്ണം ഇഞ്ചി ചതച്ചിട്ടത്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് നന്നായി തിളപ്പിച്ചിട്ട് വേറെ ഒരു പാത്രത്തിൽ ഞാൻ മസാല കരിപ്പെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടാണ് തിളപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തോട് ഇട്ട് തിളപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ മധുരവും ഗുണമൊക്കെ ആയി നമ്മുടെ പനിക്കൂർക്ക ഇലക്കകത്തും ഇഞ്ചിക്കകത്തൊക്കെ അങ്ങ് കുറേ പോകും. അതുകൊണ്ട് ഞാനിങ്ങനെ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ ആ കരിപ്പെട്ടി ഇട്ടിട്ട് ഇതിൻ്റെ അകത്ത് മസാലകളൊക്കെ ഉണ്ട്. അയമോദകത്തിൻ്റെയും കുരുമുളകിൻ്റെയും ചുക്കിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാലും ഞാൻ കുറച്ചുകൂടെ സാധനങ്ങൾ ഇട്ടിങ്ങനെ തിളപ്പിച്ചെന്നേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് എന്നിട്ട് ഇത് ഊറ്റി ഒഴിക്കുന്നുണ്ടെങ്കിൽ അത്രയും മധുരം അതിലൊന്നും പോകത്തില്ല. ഇതിൻ്റെ അകത്ത് ഗുണങ്ങളല്ല ഇതിൽ കിടക്കും. എനിക്കിങ്ങനെ ഇത് നാട്ടിൽ നിന്ന് ഇങ്ങനെ അയച്ചു തന്നതാണ്. ചെറിയ കഷ്ണങ്ങളായത്. ഇത് ഞാൻ ഉപയോഗം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലാണ് വെച്ചേക്കുന്നത്. വെളിയിൽ വെക്കുവാണെങ്കിൽ അത് പന്നലാവും. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.